ഓടയിൽ നിന്ന് പി കേശവദേവ്. ശ്രീ പി കേശവദേവ് രചിച്ച അതിമനോഹരമായ നോവലാണ് ഓടയിൽ നിന്ന്. റിക്ഷാ തൊഴിലാളിയായ പപ്പുവിൻ്റെയും ലക്ഷ്മി എന്ന കൊച്ചു പെൺകുട്ടിയുടെയും ജീവിതയാത്ര നമുക്ക് മുന്നിൽ തെല്ലും മുഖംമൂടികളില്ലാതെ വരച്ചു കാട്ടുകയാണ് നോവലിസ്റ്റ്. റിക്ഷ വലിക്കുന്നതിൽ അതിവിദഗ്ധനായിരുന്നു പപ്പു. ഏതൊരാളെയും ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ സാധിക്കുമെന്ന് അവൻ അഹങ്കരിച്ചിരുന്നു. തൻ്റെ കഴിവിനെ സംശയിക്കുന്നത് അവന് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു. ഒരിക്കൽ ഒരു യാത്രക്കാരനുമായി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓടുകയായിരുന്നു പപ്പു. യാത്രക്കാരനാകട്ടെ പപ്പുവിനോട് സമയത്തെത്തുമോ എന്നൊക്കെ ചോദ്യങ്ങൾ ചോദിച്ച് അസ്വസ്ഥനാക്കുന്നുണ്ടായിരുന്നു. വണ്ടി നിർത്തി യാത്രക്കാരനെ ശാന്തനാക്കിയതിനു ശേഷം വണ്ടി പിന്നോട്ട് വലിച്ച പപ്പു ഒരു കുട്ടിയുടെ നിലവിളി കേട്ടു. ഇറങ്ങിച്ചെന്ന പപ്പു ഞെട്ടിപ്പോയി. ഒരു പെൺകുട്ടി കരയുന്നു. അവൾക്ക് ചുറ്റും ചിതറിക്കിടക്കുന്ന അരിയും ഉപ്പും മുളകും. താൻ മടങ്ങി വന്ന് പരിഹാരമുണ്ടാക്കാം എന്ന് അവളെ ആശ്വസിപ്പിച്ചിട്ട് പപ്പു റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. അതിനിടയിൽ ചന്തപിള്ളയർ ലക്ഷ്മിയോട് പപ്പു നല്ലവനാണ്, വാക്കുപാലിക്കും എന്നും അല്ല അവൻ കിണറ്റി മുങ്ങിയ കുളത്തിലേ നെവരൂ എന്നുമൊക്കെ പറഞ്ഞു. പപ്പു വാക്ക് പാലിക്കുന്നവനായിരുന്നു. അയാൾ തിരിച്ചെത്തി. അവൾക്ക് കഴിക്കാൻ പഴവും വീട്ടിലേക്കായി ഇടങ്ങഴി അരിയും ഉപ്പും മുളകുമൊക്കെ വാങ്ങിക്കൊടുത്തു. ചിരിച്ചുകൊണ്ട് മടങ്ങിയ അവൾ നാളെയും വരുമെന്ന് അയാൾ പ്രതീക്ഷിച്ചു. അന്ന് വരെ നാളെ എന്നൊരു വാക്ക് അയാളുടെ നിഘണ്ടുവിലുണ്ടായിരുന്നില്ല. അവൾക്ക് പപ്പുവും പപ്പുവിന് ലക്ഷ്മിയും എല്ലാമായി മാറുകയായിരുന്നു. റിക്ഷ വലിച്ചും ജോലി ചെയ്തും അച്ഛനില്ലാത്ത ലക്ഷ്മിയെ പപ്പു പഠിപ്പിച്ചു. ഇതിനിടെ പപ്പുവിന് ക്ഷയരോഗ ലക്ഷണങ്ങൾ പ്രകടമായി. ആരോടും അറിയിക്കാതെ പപ്പു ജീവിച്ചു, അധ്വാനിച്ചു. ലക്ഷ്മിയെ നഗരത്തിലേക്ക് വിവാഹം കഴിപ്പിച്ചയച്ചു. ഇതിനിടെ പപ്പുവിൻ്റെ രോഗം വർദ്ധിച്ചു. ലക്ഷ്മിക്ക് പപ്പുവിനെ കാണുന്നത് അറപ്പായി. പപ്പു അവളിൽ നിന്നും അകന്നു മാറി. ഒടുവിൽ ചുമച്ചുകൊണ്ട് ലക്ഷ്മിയുടെ വീടിന് പുറത്തേക്ക് പോകുന്ന പപ്പുവിനെ കാണിച്ചുകൊണ്ട് നോവൽ അവസാനിക്കുന്നു. സങ്കടകരവും എന്നാൽ യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്ന, അക്കാലങ്ങളിൽ വിരളവും ഇന്ന് സർവ്വസാധാരണവുമായിരിക്കുന്ന ജീവിത സത്യങ്ങളാണ് നോവലിസ്റ്റ് പറയാതെ പറയുന്നത്.